ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കരുവിൽപ്പടി ടാഗോർ ലൈബ്രറിയിൽ ഡയസ്പോറ നോവൽ ചർച്ചയും മുഖാമുഖവും സംഘടിപ്പിച്ചു. കരുവിൽപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായനാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഡയസ്പോറ എന്ന നോവൽ ചർച്ചയും നോവലിസ്റ്റുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. കൊച്ചിയിലെ ജൂതന്മാരുടെ കഥ പറയുന്ന ഡയസ്പോറ എന്ന നോവൽ എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളും കഥാപാത്രങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും നോവലിസ്റ്റ് വി സുരേഷ് കുമാർ വിശദീകരിച്ചു. ചരിത്രകാരനായ ക്രിസ്റ്റഫർ മാളിയേക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. താഹ ഇബ്രാഹിം, വർഗീസ് തോമസ്, ഹാരിസ് അബു, ശ്രീകാന്ത് മട്ടാഞ്ചേരി, കാർത്തിക സുനിൽ, കെ ജെ ആന്റണി, സൈനുദ്ദീൻ, എം സലീം, പ്രീത സജ്കുമാർ, സുൽഫത്ത് ബഷീർ, രമേശ് അമരാവതി, CS ജോസഫ് എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആനുകാലികങ്ങളിൽ കഥ എഴുതുകയും ഈ ഒരു നോവല് പ്രശസ്തമാവുകയും ചെയ്തു. ബാലസാഹിത്യമാണ് സുബേദാർ ചന്ദ്രനാഥ് റോയ് എന്ന പുസ്തകവും നമ്മുടെ ലൈബ്രറിയിലുണ്ട്. നല്ല പുസ്തകമാണ്. DC ബുക്സിന്റെ സുവർണ ജൂബിലി പ്രമാണിച്ച് നടത്തിയ നോവൽ മത്സരത്തിൽ ഏറെ ഇടം പിടിച്ച ഈ പുസ്തകത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പോകാവുന്നതാണ്, സാധ്യതയല്ല, ഉറപ്പാണ്. ഞാൻ ഈ നോവൽ വായിച്ചിട്ടുള്ളത്, ഈ നോവല് പറഞ്ഞ പോലെ നമ്മൾക്ക് താമസിക്കുന്ന മട്ടാഞ്ചേരിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ഈ നോവൽ സംഭവിക്കുന്നത്. പോർട്ടുഗീസിലെ പ്രിൻസ് സ്ട്രീറ്റ്, പിന്നെ കായിക്കാട് ബിരിയാണിക്കട, അതുപോലെ തന്നെ കൊടുച്ചി ബീച്ച്, ജൂ ടൗൺ, ഇങ്ങനെ വ്യത്യസ്തമായ നമുക്ക് സുപരിചിതമായിട്ടുള്ള നമ്മളൊക്കെ നിത്യവും ഇടപഴകുന്ന പ്രദേശങ്ങളെ കുറിച്ചുള്ള ഒരു നോവലിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിയുടെ ഇന്ന് കാണുന്ന വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് തീർച്ചയായിട്ടും ജൂത സമൂഹത്തിൻ്റെയാണ്. നേരത്തെ നമ്മൾ AB സേലം എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞിരുന്നത് ജൂതഗാന്ധി എന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് വളരെ ഒരു മാന്ത്രിക പവർ ഉണ്ടായിരുന്ന പറയുന്നത്. അങ്ങനെയാണ് എറണാകുളത്തെ രാജ്യാന്തര മൈതാന തൊട്ടടുത്തുള്ള ആ കുന്നിന് ലൈബ്രറി പ്രസിഡന്റ് MR ശശി നോവലിസ്റ്റിനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PP ജയപ്രകാശ് സ്വാഗതവും MR ശശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.